അസ്സലാമലൈക്കും. നമ്മളെ നെജിലെ കുട്ടി കച്ചവടം തുടങ്ങിയിട്ടുണ്ട്. ചെറിയ ബിസിനസ്സാണ്. അപ്പോൾ ആദ്യം തന്നെ അങ്ങനെ അവൾ തുടങ്ങിയപ്പോൾ തന്നെ അങ്ങനെ ഒരു വീഡിയോസ് ചെയ്യണം എന്ന് വിചാരിച്ചാണ്. പക്ഷേ അന്ന് ചെയ്തില്ല. പക്ഷെ ഇപ്പോൾ വേറൊരു വീഡിയോസ് ഞാൻ കണ്ടു അത് ചെയ്യണതിനെ പറ്റി. എന്തോ പഞ്ചായത്തിൻ്റെ ലൈസൻസ് ഉണ്ടോ, അവിടുന്ന് ലൈസൻസ് ഉണ്ടോ, ഇവിടുന്ന് ലൈസൻസ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് ആൾക്കാർ അന്വേഷിക്കണമെന്ന് പറഞ്ഞു. നമ്മളെ നാട്ടിൽ തൂഫാൻ നടക്കുന്നുണ്ട്. ഇപ്പോൾ തൂഫാൻ പോകുന്നിടത്തൊക്കെ 3-4 കിലോനും ഗ്രാമുകളും, കുപ്പികളാണെങ്കിൽ ലിറ്റർ കണക്കിനും. സോഴ്സിൽ കണ്ടുന്ന ആള് വാട്ടർ ബോട്ടിലിൽ ചാരയൊക്കെ വെച്ചിട്ട് റോഡ് സൈഡിൽ കച്ചവടം ചെയ്തിട്ട് കുപ്പി ഓനെ കൊണ്ട് തന്നെ ഏറ്റിച്ചുകാണ്ട് പോലീസുകാർ കൊണ്ടുപോകണം. തലയിൽ ഇത് ചുമന്നിട്ടാ പോകണം ഇങ്ങനെ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ലൈസൻസ് വാങ്ങിയിട്ടാ മക്കളെ, പഞ്ചായത്തിൽ അറിയിച്ചിട്ടാണ് ചെയ്യണ്. അവനവന് ജീവിക്കാൻ വേണ്ടി മര്യാദയ്ക്ക് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്ന് വിട്ടുകൊടുക്കേ. അല്ലാതെ ഈ എന്ത് ചെയ്താലും മനുഷ്യനെ ഇതൊക്കെ ഉണ്ടാക്കാൻ തന്നെ പറയണം. ഉമ്മാനെ തല്ലിയാലും 2 വർഷം, അല്ലാതെ വന്നാലും അവൾക്ക് കുറ്റം. ഇപ്പോൾ ഒരു മര്യാദയ്ക്ക് എന്തെങ്കിലും ഒരു ജോലി ചെയ്യുക, അവളെ കൊണ്ട് പറ്റുന്നത്, ഇന്ന് അവളെ കൊണ്ട് പറ്റുന്നതാണ് അവൾ ചെയ്യണത്. അത് ചെയ്താൽ അതിനും കുറ്റം പറയാൻ ചെയ്യും. എന്ത് ജനങ്ങളാ ജനങ്ങളെ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ വാങ്ങണ്ട. ആരോ വാങ്ങി തന്ന് 10 രൂപ അവർക്ക് കിട്ടുന്ന വഴിയുണ്ടെങ്കിൽ അത് നോക്കിക്കോട്ടെ. അധ്വാനിച്ചിട്ടല്ലേ, അല്ലാതെ വെറുതെ വീട്ടിലിരുന്നിട്ടല്ലല്ലോ. 2 മക്കളെയും കൂടെ കൂട്ടിയിട്ട് പോയിട്ട് അവളത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവനത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജീവിക്കാൻ ഒരു മാർഗത്തിന് വേണ്ടിയിട്ടല്ലേ. നമുക്കത് വാങ്ങി സഹായിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മളെന്തിനാ നമ്മളെ വായി കൊണ്ടും നമ്മളെ ചാനലിൽ കൂടെയൊക്കെ ഇട്ടിട്ട് അതുണ്ടോ ഇതുണ്ടോ മറ്റതുണ്ടോ എന്നാൽ നിങ്ങളുണ്ടാക്കി കൊടുക്കി. നിങ്ങൾ ആരെങ്കിലും ഇത്തിരി ഉണ്ടാക്കി കൊടുക്കുക അവൾക്ക്. പാവം ഒരു 6-7 മാസമുള്ള വയറും വെച്ചിട്ട് ജീവിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു ജോലി ചെയ്താൽ കുറേ മാവിൻ്റെ ബിസിനസ് ചെയ്യുന്നുണ്ട്. അള്ളാഹു അവൾ ചെയ്യുന്ന എല്ലാ ബിസിനസ്സിലും ഹൈറും ബർക്കത്തും കൊടുക്കട്ടെ എന്ന് ഞാൻ പറയുന്നത്. കാരണം എന്താ വെച്ചെങ്കിൽ മറ്റുള്ളവരെ പറ്റിച്ചുകൊണ്ടല്ലല്ലോ ചെയ്യുന്നത്, പബ്ലിക്കായിട്ടല്ലേ ചെയ്യുന്നത്. ആരെങ്കിലും ഇരുന്ന് തട്ടിപ്പറിച്ചിട്ട് പൈസ വാങ്ങിയെന്ന കാര്യം മറ്റുള്ള ജനങ്ങൾ പറഞ്ഞിരുന്നു. അതോ ഈ പറയണ മാതിരി കൊടുക്കാൻ ആളുണ്ടായിട്ട് തന്നെ, അല്ലാതെ അവൾ തട്ടിപ്പറിച്ചിട്ടൊന്നുമില്ല ആരുടെ വീട്ടിൽ പോയിട്ടും. നിങ്ങളെന്താ 2 ഭാഗം പറയണമെന്നൊക്കെ, കണ്ടത് പറയണം, ഉള്ളത് പറയണം. ഇന്നവൾ മര്യാദക്കൊരു ബിസിനസ്, ചെറുതാണത്, ആ ചെയ്യുന്ന ബിസിനസ് വളരെ ചെറുതാണ്. ആ പെട്ടിയിലാക്കി വെച്ചിട്ട് ആ ബോട്ടിലാക്കി വെച്ചിട്ട് ഇങ്ങനെ മരച്ചീനിയും കറിയും ചമ്മന്തിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു ഇത്തിരീച്ചുള്ളൂ. ഇതാണ് ആ ബോട്ടിൽ. ഇങ്ങനത്തെ ഒരു ബോട്ടിലാണ് ആ ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് എൻ്റെ അടുത്തുണ്ട്. ഇതാണല്ലേ, ഇത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇതാണ് ആ ബോട്ടിൽ. ഇങ്ങനത്തെയിലാണ് ആ സാധനം വെച്ചിരിക്കുന്നത്. ഇതൊക്കെ എടുത്തിട്ട് ഫുഡ് സെർച്ച് മറ്റേ പഞ്ചായത്തിൻ്റെ ഇതുണ്ടോ മറ്റതുണ്ടോ ലൈസൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഈ തൂഫാൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അതിന് ലൈസൻസ് വെച്ചിട്ടാണ് ആരെങ്കിലും ചെയ്യണത്. അത് മനുഷ്യനെ കൊല്ലണ സാധനമാണല്ലോ. അതിനാരെങ്കിലും ലൈസൻസ് വെക്കുന്നുണ്ടോ? MTM ലൈസൻസോട് കൂടിയാണോ കച്ചവടം ചെയ്യണത്? ഈ കഞ്ചാവ് ലൈസൻസോട് കൂടിയാണോ കച്ചവടം ചെയ്യണത്? ഈ കള്ളച്ചാരായം വാട്ടർ ബോട്ടിലാക്കിയിട്ട് വെക്കണ്ട, അത് ലൈസൻസിനോട് കൂടിയാണോ? എന്തിനാ മക്കളെ ഒരാൾ വിശപ്പിന് വേണ്ടി ഒരു വീഡിയോ ചെയ്യുന്നതും അതേമാതിരി തന്നെ ഇങ്ങനത്തെ ഓരോ ബിസിനസ് ചെയ്യണതും കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നടക്കുന്നത്? നിങ്ങളങ്ങോട്ട് ചെയ്യൂല, ചെയ്യണവരോട് ചെയ്യാൻ വിടൂല. എന്ത് ചെയ്താലും കുറ്റം. അങ്ങോട്ട് നോക്കിയാലും കുറ്റം, ഇങ്ങോട്ട് നോക്കിയാലും കുറ്റം. കച്ചവടം ചെയ്താലും കുറ്റം, വീഡിയോ ചെയ്താലും കുറ്റം. വീഡിയോ ചെയ്ത് സങ്കടം പറഞ്ഞാൽ പറയാം അതിൽ കുറേ മറ്റേ മാന്തി എടുക്കാൻ വേണ്ടിയിട്ടാണെന്ന്. കച്ചവടം ചെയ്ത് അതിന് പഞ്ചായത്തിൻ്റെ ഉണ്ടോ, സർക്കാരിൻ്റെ ഉണ്ടോ? അവളിഞ്ഞ് നേരിട്ട് മോദിജിയെ കണ്ടിട്ട് അവിടെ നിന്ന് തന്നെ വാങ്ങിയിട്ട് വരാനാണ് ഉദ്ദേശിക്കണമെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. നേരിട്ട് മോദിജിനെ കണ്ടിട്ട് അവിടെ നിന്ന് തന്നെ, കാരണം അവളെ സൂപ്പർ മാർക്കറ്റ് അത്രക്ക് വലിയ ബിസിനസ്സാണല്ലോ. അതുകൊണ്ട് അവിടുന്ന് വാങ്ങിയിട്ട് വരാനാണ്. ഈ വണ്ടിയിൽ കൊണ്ടുപോയി 4 ബോട്ടിൽ കൊണ്ടുപോയി കപ്പിയും ഇതും കൊടുക്കണതിന് വേണ്ടിയിട്ട് അതിലേക്ക് ലൈസൻസ് ഉണ്ടോ, അതുണ്ടോ ഇതുണ്ടോ? നമ്മളെ വീട്ടിൽ കൂടെ ഒക്കെ ഭക്ഷണം വെച്ച് തിന്നുന്നുണ്ട്. നമ്മൾ ലൈസൻസ് വാങ്ങണ്ടോ പഞ്ചായത്തിൽ നിന്ന്? നമുക്ക് ഇഷ്ടമുള്ള സാധനം നമ്മൾ തിന്നണില്ലേ? അപ്പോൾ പറയും നിങ്ങളെ വീട്ടിൽ വെച്ചുണ്ടാക്കുന്ന സാധനത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങളെ മാത്രമേ ബാധിക്കുള്ളൂ, ഇത് നാട്ടുകാരെ ബാധിക്കൂലേ എന്ന് ചോദിക്കും. അല്ലാതെ ലൈസൻസ് വാങ്ങി വെച്ചുണ്ടാക്കി തിന്നണ കടയിൽ നമ്മൾ പോയാൽ നമുക്ക് ബാധിക്കുന്നില്ലേ? നമുക്ക് എന്നിട്ട് എന്ത് മണ്ണാങ്കട്ടി നമുക്ക് കിട്ടാൻ പോണോ അവിടുന്ന്?
നമ്മൾ അനുഭവിക്കും മാത്രമേ. ഇതൊന്നുമില്ലെങ്കിൽ ഒരു 10 പാക്കറ്റ് 2 മക്കൾ ചെറുതുണ്ടായിട്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയല്ലേ എന്തെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ, ചെയ്ത് ജീവിക്കണ്ടല്ലോ, അതിനെ പ്രോത്സാഹിപ്പിക്കും നിങ്ങൾ. ആ ചെയ്യണേന് അധ്വാനിക്കുന്നതിന് എന്തെങ്കിലും പ്രോത്സാഹിപ്പിക്കും. എല്ലാവരും ഞാൻ പറയുമ്പോൾ അവളെ കന്ന സാധനങ്ങൾ പറ്റുന്നവരെല്ലാവരും വാങ്ങുക. ചെറിയൊരു സാധനം, ചെറിയൊരു ബോട്ടിൽ സാധനം എൻ്റെ അടുത്ത് ഉണ്ടായ സാധനം, അങ്ങനത്തെ ബോട്ടിൽ ഞാൻ പറഞ്ഞതില്ല, അതാണ് ആ സാധനം, ഇത്രയേ ഉള്ളൂ. അതിന് കൂടി വന്നാൽ എത്ര രൂപ ഉണ്ടെന്ന് നമുക്കറിയാം. അത് വാങ്ങാൻ പറ്റുന്നവരൊക്കെ വാങ്ങാം. ജീവിക്കാൻ വേണ്ടിയല്ലേ, സഹായിക്കാൻ പറ്റുന്നവർ സഹായിക്കുക. വെറുതെ അല്ലല്ലോ, വെറുതെ ഒരാളെ കയ്യിൽ വന്നിട്ട് 10 രൂപ തരിയെന്ന് പറഞ്ഞാൽ നീട്ടുമല്ലല്ലോ, അല്ലെങ്കിൽ വെറുതെ നിങ്ങളെല്ലാവരും സഹായിക്കുമെന്ന് പറയല്ലോ, ഒരു ജോലി ചെയ്തിട്ടല്ലേ. അപ്പോൾ നമുക്ക് ആർക്ക് വേണമെങ്കിലും അതിലിപ്പോൾ മഴയാണ്, കുറച്ച് കുറവ് തന്നെ ആയിരിക്കും, പക്ഷേ എങ്കിലും ഞാൻ പറയുന്നു മനസ്സ് തുറന്നുകൊണ്ട് തന്നെ പറഞ്ഞു, അള്ളാഹു ആ കച്ചവടത്തിൽ ബർക്കത്തും റഹ്മത്തും കൊടുക്കട്ടെ അവർക്ക്. കാരണം എന്താ വെച്ചാൽ ജീവിക്കാൻ വേണ്ടി മനുഷ്യൻ ചെയ്യുന്ന ഓരോ തൊഴിൽ, ആ തൊഴിൽ ചെയ്ത് ജീവിക്കാൻ ഉള്ളൊരു മനസ്സ് തന്നെ നല്ല മനസ്സാണ്. അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യട്ടെ, അത് അള്ളാഹു അതിൽ ബർക്കത്ത് റഹ്മത്ത് അവർക്ക് കൊടുക്കട്ടെ. അത്ര മാത്രമേ പറയാനുള്ളൂ. വീണ്ടും ആയുസോടെ ഉണ്ടെങ്കിൽ ഇതിന് എന്നെ തെറി പറഞ്ഞിട്ടൊന്നും ആരും വരാതിരിക്കണേ. നെജിലാക്ക് സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയോ എന്ന് ചോദിച്ചിട്ട് ഇപ്പോൾ വരും. സത്യം പറഞ്ഞതാണ്. കാരണം ഇങ്ങോട്ട് വന്നാലും അങ്ങോട്ട് വന്നാലും കുറ്റമാണ്. അപ്പോൾ നമുക്ക് തോന്നിയത് നമ്മൾ പറയാം, അത്രേ ഉള്ളൂ. എനിക്ക് നല്ലതേ പറയാൻ പറ്റൂ, കേട്ടത് എനിക്ക് അങ്ങനെ പറയില്ല. ഇനിയിപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് നന്മയ്ക്ക് വേണ്ടിയായിരിക്കും, അല്ലാതെ ഞാൻ പറഞ്ഞിട്ടില്ല, ഇനി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ശരി, എന്നാൽ നിർത്തുന്നു.